ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന കുംഭകർണനെ പോലെ ഒഡീഷ FC ആദ്യത്തെ വെടി പൊട്ടിച്ചു. മറ്റു ടീമുകളെല്ലാം കാര്യമായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ പരതിക്കൊണ്ടിരിക്കുമ്പം ഒഡീഷ FCയുടെ ഒരു സൈലന്റ് പ്രൊഫൈൽ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അവർ വളരെ മികച്ച ഒരു താരത്തിനെ തന്നെയാണ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 184 സെന്റിമീറ്റർ ഉയരമുള്ള രോഹിത് കുമാർ ധാനു എന്ന ബംഗളൂരു FCയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആളിന്റെ കരിയറിനെ കുറിച്ച് അധികം പറയേണ്ട, എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ജൂനിയർ ലെവൽ ടീമുകളിലും സീനിയർ ലെവൽ ടീമുകളിലും എല്ലാം സാന്നിധ്യമായിട്ടുണ്ട്. ഡൽഹിയിൽ ജനിച്ചു വളർന്ന താരം അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് DSK ശിവജീനിൽ കൂടിയായിരുന്നു. അവിടെ നിന്ന് പുള്ളി പിന്നീട് നമ്മുടെ പൂനെ സിറ്റി FC എന്ന ISL ക്ലബിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഹൈദരാബാദ് FCയിലേക്ക് പോകുന്നു. ഹൈദരാബാദ് FCയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതോടുകൂടിയിട്ടാണ് ആള് ലൈം ലൈറ്റിലേക്ക് വരുന്നത്. ബ്ലാസ്റ്റേഴ്സിൽ അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷം അദ്ദേഹം ബംഗളൂരുവിലേക്ക് പോയി അഴിഞ്ഞാടുകയായിരുന്നു. ബംഗളൂരുവിലെ അഴിഞ്ഞാട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതായിരിക്കും എന്ന് ഫുട്ബോൾ പ്രേമികൾ ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടി ജോഗർനട്ട്സ് അദ്ദേഹത്തിന്റെ സൈനിങ് സ്വന്തമാക്കി. 2 വർഷത്തേക്കാണ് രോഹിത് കുമാർ ധനുവിന്റെ കോൺട്രാക്ട് ഒഡീഷ FC സ്വന്തമാക്കിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും സെർജിയോ ലൊബേറ എക്സ്പീരിയൻസും പ്രതിഭയുമുള്ള താരങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നത് കൊണ്ട് വിവിധ ISL ക്ലബ്ബുകളിൽ കളിച്ച് തെളിഞ്ഞ അനുഭവ സമ്പത്തും പരിചയവും തഴക്കവും പഴക്കവും എല്ലാമായിട്ട് ലൊബേറയുടെ കൂടാരത്തിലേക്ക് ചെന്ന് കയറുമ്പം രോഹിത് കുമാർ ധനു അടുത്ത സീസണിൽ അവർക്കൊരു ഒഴിച്ചുകൂടാനാകാത്ത അസറ്റായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.